നിങ്ങൾക്കറിയോ, മിഡിൽ ഈസ്റ്റിലെ പുതിയ യുദ്ധം തുടങ്ങാൻ പോകുന്നുണ്ട്. എന്റെ പൊന്നു പിങ്കി, മടുത്ത യുദ്ധങ്ങൾ. എന്നാൽ ഈ യുദ്ധം നിങ്ങൾ ഉദ്ദേശിക്കുന്ന യുദ്ധമല്ല. മാത്രമല്ല, ഇതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണവും ഉണ്ടാവും. ഇതാണ് പ്രൈസ് വാർസ്. എന്താണെന്ന് നോക്കിയാലോ. ഒപെക് കൂട്ടായ്മയിൽ നിന്നും UAE ഏകപക്ഷീയമായി പിന്മാറി. UAE എന്തിനാണ് അത് ചെയ്തത്? എന്തിന് ഇപ്പോൾ അത് ചെയ്തു? വാട്ട് നെക്സ്റ്റ്? ഇതൊന്ന് നോക്കാം. UAEയും സൗദിയും തമ്മിൽ പ്രഥമ ദൃഷ്ട്യാ അടുപ്പത്തിലായിരുന്നെങ്കിലും അവരുടെ അന്തർധാര ഒട്ടും സജീവമായിരുന്നില്ല. MBZയും MBSും തമ്മിലുള്ള വർഷങ്ങളായുള്ള ശീതയുദ്ധത്തിന്റെ ക്ലൈമാക്സ് ആണോ ഇനി നടക്കാൻ പോണത്? ലോകത്തിലെ 11 ഓയിൽ എക്സ്പോർട്ടിംഗ് രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒപെക്. 1960 അത് ഫോം ചെയ്യുമ്പോൾ ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി, വെനസ്വേല എന്നീ രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. തമാശ എന്താണെന്ന് വെച്ചാൽ 7 സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെട്ടിരുന്ന ഷെൽ, എക്സോൺ തുടങ്ങിയ മൾട്ടിനാഷണൽ ഓയിൽ കമ്പനികളുടെ ബാർഗനിങ് പവറിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഒപെക് തുടങ്ങിയത്. പക്ഷേ ഇന്ന് ഒപെക് ഫ്രീ മാർക്കറ്റ് പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കാർട്ടൽസ് ഇൻ ദ വേൾഡ് ആണ്. ഒപെക്കിന്റെ മെയിൻ പണി എന്താന്ന് വെച്ചാൽ, ഗ്ലോബലി ഓയിലിന്റെ ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് താഴേക്ക് പോകാനുള്ള സ്ഥിതി വരികയാണെങ്കിൽ ഈ 11 രാജ്യങ്ങൾ എല്ലാവരും കൂടി തീരുമാനിക്കും നമുക്ക് ഇനി ഓയിൽ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ അവരൊരു ആർട്ടിഫിഷ്യൽ ഷോർട്ടേജ് ഉണ്ടാക്കി പ്രൈസ് ഹൈ ആയിട്ട് തന്നെ നിലനിർത്തും. ഇതിന്റെ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, അല്ലേ വേണ്ട, ഞാൻ ഗ്രാഫ് വരച്ചാൽ തെറ്റിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അത് മതി. അപ്പൊ നിങ്ങൾക്ക് തോന്നും, അല്ല UAEക്ക് ഒപെക്കിൽ നിൽക്കണം തന്നെയല്ലേ നല്ലത്? എന്നാലല്ലേ അവരുടെ എണ്ണയ്ക്ക് ഏറ്റവും കൂടിയ വില അവർക്ക് കിട്ടുള്ളൂ. പിന്നെ എന്തിനാ അവർ ഒപെക്കിനെ മൊയ് ചൊല്ലി? എന്നാൽ UAEന്റെ വിഷൻ ഒരു പോസ്റ്റ് ഓയിൽ ഫ്യൂച്ചർ ആണ്. ഓൾറെഡി അവരുടെ GDPന്റെ 70% നോൺ ഓയിൽ സെക്ടേഴ്സ് ആണ് വരുന്നത്. അവർ $150 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ഓയിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 5 മില്യൺ ബാരൽസ് എ ഡേ എന്ന രീതിയിൽ ഉയർത്തിയിരുന്നു. എന്നാൽ ഒപെക്കിലെ സൗദിന്റെ വലിയേറ്റം കളി കാരണം 5 ബില്യൺ BPDക്ക് പകരം UAE 3.5 മില്യൺ മാത്രം ബേസിക്കലി അണ്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ നിർബന്ധിതരായി. UAEക്ക് അവരുടെ ലോ കോസ്റ്റ് ഓയിൽ റിസർവ്സ് ഹൈ വോള്യൂമിൽ വിറ്റ് എത്രയും പെട്ടെന്ന് AI, ടൂറിസം, ഗ്രീൻ എനർജി മുതലായ സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യം. ഇതാണ് UAE ഒപെക് വിടാനുള്ള ഒരു പ്രധാന കാരണം. പമ്പ് വാല്യൂ ക്യാൻ എന്ന അവരുടെ സ്ട്രാറ്റജിക്ക് ചങ്കിലെ ചൈനയ്ക്ക് ഒരു പങ്കുണ്ട് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ ഇമ്പോർട്ടറായ ചൈന ഭയങ്കരമായിട്ട് ഗ്രീൻ എനർജി, ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓയിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ നല്ല പണി കിട്ടും എന്ന് UAEക്ക് മനസ്സിലായി. ഒപെക് ഇഷ്യൂല് മാത്രമല്ല കേട്ടോ UAEയും സൗദിയും തമ്മിൽ ഉരസൽ. സുഡാൻ, യമൻ, സൊമാലിലാൻഡ് തുടങ്ങിയ അനേകം ജിയോ പൊളിറ്റിക്കൽ പ്രതിസന്ധികളിൽ അവർ വിഭിന്ന ചേരികളിലായിരുന്നു. ഇനി പ്രത്യേക ജൂറി പരാമർശം നമ്മുടെ സ്ഥിര വേട്ടമൃഗം ഇറാൻ വാറിൽ നമുക്കറിയാം, ഇസ്രായേലിനെക്കാട്ടിലധികം മിസൈൽസ് ഇറാൻ വിട്ടത് UAEയിലേക്കായിരുന്നു. ഗൾഫ് അയൽപ്പക്കം തങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നൽകിയില്ല എന്ന പരാതി UAEക്കുണ്ട്. സൗദി പ്രത്യേകിച്ചും ഡിപ്ലോമസിയിൽ ഊന്നിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് പിന്തുടർന്നത്. എന്നാൽ UAE ആകട്ടെ US-നോടും ഇസ്രായേലിനോടും കൂടുതൽ ചേർന്ന് നിന്നിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ് സ്വീകരിച്ചത്. എന്തിനേറെ പറയുന്നു, ഇസ്രായേൽ UAEനെ സഹായിക്കാൻ വേണ്ടി അയൺ ഡോം സിസ്റ്റം വരെ അയച്ചത്രേ. അബ്രഹാം അക്കോർഡ്സിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ഈ കൈകോർക്കൽ. അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിട്ടോ. ഇറാൻ വാർ ഉണ്ടാക്കിയ സാമ്പത്തിക പിരിമുറുക്കം മറികടക്കാൻ UAE അമേരിക്കയുടെ സഹായം തേടി. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഒപെക്കിൽ നിന്നും UAEയുടെ ഇപ്പോഴത്തെ എക്സിറ്റ് തീർച്ചയായും അവർ US-ഇസ്രായേൽ സഖ്യത്തോട് കൂടുതൽ ഐക്യപ്പെടുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് വൈ നൗ എന്നതിന് ഉത്തരം കിട്ടിയല്ലോ. സൗദി കഴിഞ്ഞാൽ സ്പെയർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ഒപെക് രാജ്യമായിരുന്നു UAE. അവരുടെ പടിയിറക്കം തീർച്ചയായും ഒപെക്കിന് ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഇറാൻ വാറിൽ അമേരിക്ക ജയിച്ചോ തോറ്റോ എന്ന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും UAEന്റെ ഈ തീരുമാനം ഒപെക്കിന് തീരെ ഇഷ്ടമില്ലാത്ത ട്രംപിനൊരു ജയം തന്നെയാണ്. സൗദികളുടെ നിഴലിൽ നിൽക്കേണ്ടവരല്ല എമിറാത്തികൾ എന്നും തങ്ങളുടെ എനർജി പോളിസിയും ഫോറിൻ പോളിസിയും തീരുമാനിക്കാനുള്ള സ്വയം പര്യാപ്തത തങ്ങൾക്കുണ്ട് എന്ന പ്രഖ്യാപനവും കൂടിയാണ് ഈ എക്സിറ്റ്. ഷോർട്ട് ടേമിൽ ഇത് വലിയ മാറ്റം വരുത്തില്ല, കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ബ്ലോക്ക്ഡ് ആണല്ലോ. പക്ഷേ സ്ഥിതി നോർമൽ ആയാൽ UAE കൂടുതൽ ചീപ്പ് ഓയിൽ എക്സ്പോർട്ട് ചെയ്താൽ അത് പ്രൈസ് വാർസിന് ഇടവരുത്തുകയും ആഗോള എണ്ണവില താഴേക്ക് പോവുകയും ചെയ്യും. ഇന്ത്യക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. മാത്രമല്ല, മറ്റു ഒപെക് രാജ്യങ്ങളും UAEന്റെ പാത പിന്തുടരാനുള്ള ചാൻസും ഉണ്ട്. UAE നിലവിൽ അവരുടെ ബഹുരാഷ്ട്ര സഖ്യങ്ങളെയൊക്കെ ഒന്ന് പുനഃപരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അറബ് ഐക്യത്തിന് എന്തായാലും ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. GCCയുടെ ഒക്കെ ഭാവിയിന് എന്താകുമെന്ന് കാലം തെളിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂലേ, ഫോളോ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച്.